ഹലോ എവരിവൺ. ഇന്ന് ഒ ഇ ടിയുടെ പുതിയൊരു സെക്ഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ലിസണിങ്ങിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പൊതുവെ കുട്ടികളുണ്ടാവുന്ന കുറച്ച് ഡൗട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒരുങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിസണിങ് മൊഡ്യൂളിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. 42 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ 30 റൈറ്റ് ആൻസേഴ്സ് കിട്ടുമ്പോഴാണ് നമുക്ക് 350 ബി സ്കോർ കിട്ടുക. 1 ആണ് എക്സാം. ഓഡിയോ ഓൺലി വൺസ് മാത്രമേ പ്ലേ ചെയ്യുകയുള്ളൂ. അപ്പോൾ നമുക്ക് സ്പീഡ് ഉണ്ടായിരിക്കണം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് എ പാർട്ടിൽ 1 to 24 ക്വസ്റ്റ്യൻസ്. 1 to 12 30 സെക്കൻഡ്സ് ആദ്യം തരും. അത് നമ്മൾ വായിച്ചു നോക്കണം. പ്രത്യേകിച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് തൊട്ട് മുന്നവും തൊട്ട് ശേഷവും എഴുതിയിരിക്കുന്ന വാക്ക് കൃത്യമായിട്ട് വായിക്കണം. മിക്കവാറും അത് പുറകിലുണ്ടായിരിക്കുന്നത് എബൌട്ട്, ഫോർ, വിത്ത് ഇങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അവർ ആ വിത്ത് എന്ന് പറഞ്ഞിട്ട് പറയുന്ന വാക്ക് തന്നെ നമ്മൾ എഴുതണം. ഫോർ എക്സാമ്പിൾ വിത്ത് ഫീവർ എന്നാണെങ്കിൽ വിത്ത് കഴിഞ്ഞിട്ടാണ് ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കിടക്കുന്നതെങ്കിൽ ഫീവർ ആണ് അവിടെ എഴുതേണ്ടത്. അങ്ങനെയുള്ള വാക്കുകളെല്ലാം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് 30 into 24 അതുപോലെ തന്നെ 30 സെക്കൻഡ്സ് നമുക്ക് തരും. നമ്മൾ പ്രിപ്പയർ ചെയ്യുക, അതിനുശേഷം കേട്ടെഴുതുക. മാക്സിമം നമ്മൾ ഒരു 20 മേലെ നമ്മുടെ 24 നിന്ന് മേടിക്കാനായിട്ട് ശ്രമിക്കുക. ബി പാർട്ടിൽ 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 6 ഡിഫറെൻറ്റ് എക്സ്ട്രാക്റ്റ് ആണ്. ക്വസ്റ്റ്യന് ശേഷം ഓപ്ഷൻ വായിച്ചു നോക്കി അതും ഫോളോ ചെയ്യുക. സി പാർട്ട് എഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ് ആണ്. 31 to 37, 37 to 42. അതിലും 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈച്ച് ക്വസ്റ്റ്യൻസ് 3 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇത്രമാണ് മൊത്തത്തിൽ ലിസണിങ്ങിനെ കുറിച്ചുള്ളത്. ബിഗിനേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സാണ്. കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യുക. എ പാർട്ടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികളിൽ എ പാർട്ടുകൾ പൊതുവെ വളരെ ഡിഫിക്കൾട്ടാണെന്ന് പറയുന്നവർക്ക് ഈ ഒരു ക്ലാസ് വളരെയധികം പ്രയോജനപ്പെടും. നിങ്ങൾക്ക് എ പാർട്ടിൽ എങ്ങനെ 24 ഔട്ട് ഓഫ് 24 എങ്ങനെ ക്യാച്ച് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ റെഗുലർ പ്രാക്ടീസ് ആണ്. റെഗുലർ പ്രാക്ടീസ് ഇല്ലാതെ നമുക്കൊരിക്കലും എ പാർട്ട് ഫുൾ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ലിസണിങ് 350 വേണം എന്ന് ഉദ്ദേശിക്കുന്ന കുട്ടികൾ എപ്പോഴും എ പാർട്ട് കൃത്യമായിട്ട് പഠിച്ചേ മതിയാകുള്ളൂ. അപ്പോൾ 24 തന്നെ മേടിക്കണമെങ്കിൽ റെഗുലർ പ്രാക്ടീസ് വേണം. എത്ര മെറ്റീരിയൽ ഒരു ദിവസം ചെയ്യണം എന്നുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ആസ് മച്ച് ആസ് പോസിബിൾ എന്നേ ഞാൻ പറയുള്ളൂ. അതിൽ നമുക്കൊരു 2 എ പാർട്ടിൽ കുറവ് ഒരിക്കലും ചെയ്യരുത്. മോർ ദാൻ 2 എപ്പോഴും നമ്മുടെ സമയമനുസരിച്ച് നമുക്ക് ചെയ്യുക. യൂട്യൂബിലൊക്കെ ഒത്തിരി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. മാഗരിയാൻ്റെ മെറ്റീരിയൽസൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. കൃത്യമായിട്ട് ഒരു 3, 4, 5 എ പാർട്ട് 1 to 24 നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ ദിവസമൊന്നും നിങ്ങൾക്ക് സ്കോർ കൂടുകയില്ല. പക്ഷെ ഗ്രാജ്വലി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു 15 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നല്ല സ്കോർ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വായിക്കുന്ന സമയത്ത് 30 സെക്കൻഡ്സ് വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് മുന്നവും പുറകിലും കിടക്കുന്ന 2 വേർഡ്സും കൃത്യമായിട്ട് വായിച്ച് അത് മനസ്സിൽ പതിക്കുക. ഇത്രയൊക്കെ ടിപ്സാണ് നിങ്ങൾക്ക് എ പാർട്ട് കൃത്യമായിട്ട് വേണ്ടത്. പിന്നെ പ്രൊപ്പോസിഷൻസ് ഉള്ളത് അത് കൃത്യമായിട്ട് എഴുതണം. അതുപോലെ തന്നെ അവർ അതിൻ്റെ സിനണിം ആയിരിക്കും പറയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിറ്റോറിയേറ്റഡ് എന്നാണ് നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് തൊട്ട് പിറകിൽ കിടക്കുന്ന വേർഡെങ്കിൽ മിക്കവാറും അവർ ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ എക്സാർബേറ്റഡ് ഇങ്ങനെയുള്ള വാക്കുകളായിരിക്കും അവരുടെ ഓഡിയോയിൽ പറയുക. അപ്പോൾ സിനണിംസ് എപ്പോഴും പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് ഫുൾ കോൺസെൻട്രേഷൻ വേണം. ഒരു രീതിയിലും മറ്റുള്ള ചിന്തകൾ വരാൻ പാടില്ല. പ്രത്യേകിച്ച് മോർണിംഗ് ടൈം നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ എ പാർട്ടിൽ ചെയ്യാനായിട്ട് പ്രത്യേകം ഉൾപ്പെടുത്തുക. ഇനി സ്പീഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു വലിയൊരു കാര്യമാണ്. കാരണം ഇത് പെട്ടെന്ന് പറഞ്ഞു പോകും. വളരെ സ്ലോ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നോട്ടൊക്കെ എഴുതി ലിസണിങ്ങിൻ്റെ സി പാർട്ടൊക്കെ ഒന്ന് വെച്ച് കേട്ട് അതിൻ്റെ കൂടെ സ്പീഡിലൊന്ന് എഴുതി പോയി ഒന്ന് പഠിക്കുക. അതും ഒരു ബ്രെയിൻ വർക്കാണ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ സ്പെല്ലിംഗ് എറർ വരുത്താതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളിവിടെ ചെയ്യുമ്പോൾ 1 to 24 ഒരു എഴുതാനായിട്ട് പ്രത്യേകം ലിസണിങ്ങിന് വേണ്ടി ഒരു ബുക്ക് ഉണ്ടായിരിക്കണം.
അതിൽ 1 to 24 നിങ്ങൾ എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് കിട്ടാത്ത വേർഡ് എഴുതി വെച്ച് അതിൻ്റെ സ്പെല്ലിംഗ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. അന്നത്തെ ദിവസം തന്നെ സ്പെല്ലിംഗ് പഠിച്ചിട്ട് കിടക്കുക, വേർഡ് ഒന്ന് മനഃപ്പാടമാക്കുക. അവരെങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നമുക്കത് കിട്ടാത്തത്, മിക്കവാറും അവരുടെ പ്രൊനൗൺസിയേഷൻ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അവരെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ കൂടി ഒന്ന് കേൾക്കുക. കേട്ട് അതുങ്ങളുടെ കൂടി ഒന്ന് മനസ്സിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് ഹൃദയസ്ഥമാക്കുക. അങ്ങനെ വേർഡും പഠിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് എ പാർട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. റെഗുലർ പ്രാക്ടീസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്യുക. 24 മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം ലിസണിങ്ങിൻ്റെ തന്നെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.